2026 JEE സെഷൻ 1 കേരള ടോപ്പറായിട്ടുള്ള ജെഫ് ടോണിയോടൊപ്പമാണ് നമ്മളുള്ളത്. ജെഫ് ടോണിയുടെ ഈ വിജയത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ കുട്ടികളും അധ്യാപകരും എത്തിയിട്ടുണ്ട്. നമ്മളതിവിടെ ആഘോഷിക്കാനാണ് ഇവിടെ എത്തിച്ചത്. ജനുവരിയിൽ നടന്ന JEE സെഷൻ 1 ഏറ്റവും മികച്ച സ്കോർ നേടി കേരള ടോപ്പറായി മാറിയിരിക്കുന്ന ജെഫ് ടോണിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സോ ജെഫ്, ആദ്യമേ തന്നെ ബിഗ് കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ജെഫിനെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ജെഫ്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാമോ? എൻ്റെ പേര് ജെഫ് ടോണിയാണ്. ഞാൻ സെയിൻറ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. IIT ബാച്ച് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് കലൈ സെൽവനാണ്. അമ്മയുടെ പേര് സിമി സത്യശീലനാണ്. എൻ്റെ അച്ഛൻ സീഡാക്കി വർക്ക് ചെയ്യും. എൻ്റെ അമ്മ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ജെഫിന്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരത്ത് മുക്കോലയിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊമെന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഇത്രയും വലിയൊരു സ്കോറാണ് എനിക്ക് ലഭിച്ചത് എന്ന് അറിയുമ്പോൾ ഒരു മൊമെന്റ്, ആ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. എക്സാം മുമ്പത്തെ വർഷത്തേക്കാളും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച മാർക്ക് ഭയങ്കര കുറയാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ എന്നാലും ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് അറിയാവുള്ളെല്ലാം ചെയ്യാൻ പറ്റണം എല്ലാം ചെയ്ത് നോക്കി. പിന്നെ സ്കോർ വന്നപ്പം ഇത്ര ഹൈ ആയപ്പോൾ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് ആ സന്തോഷം ഷെയർ ചെയ്ത് ആരുമായിട്ടായിരുന്നു? ഞാൻ എൻ്റെ അമ്മയോടാണ് ഷെയർ ചെയ്തത്. ഓക്കെ, അമ്മയും ഭയങ്കര സന്തോഷമായിരുന്നു അറിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ഒരു ഇപ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു എക്സാം ഇച്ചിരി ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് ടഫായിട്ടാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ആ ഒരു എക്സാമിനേഷൻ ഹാളിലെ മൊമെന്റ് എങ്ങനെയായിരുന്നു? ലൈക്ക് ആ ഒരു സിസ്റ്റത്തിൽ ചെന്നിരുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സ്ക്രീനിൽ തെളിഞ്ഞ് വന്നപ്പോൾ, ശരിക്കും അന്നേരമാണ് നമ്മൾ ആ ഒരു റിയൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നത്. ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം ചെറുതായിട്ട് കുറച്ച് ഇന്റിമിഡേറ്റഡ് ആയി പോയി. ഓക്കെ, പക്ഷെ പിന്നെ ചൂടുമായിരുന്നു. സെന്റർ ഭയങ്കര 3 o'clock സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ കുറച്ച് ചൂടായിരുന്നു, സ്വെറ്റിങ്ങും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്ന്. പക്ഷെ എന്നാലും പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ മൂഡ് അതിലോട്ടാവും. ആ ഒരു ഫ്ലോയിൽ പിന്നെ അതങ്ങ് പോയി. ഓക്കെ, ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്ത സബ്ജക്ട് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. ലെങ്തി ആയിരുന്നു, ടഫ് ആയിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്ന ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും പറഞ്ഞത് അതിനായിരുന്നു, മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റുകളുടെ എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ? താങ്കളുടെ ഒരു ലൈക്ക് ഒരു സ്റ്റഡിങ് പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ കാണും. എങ്ങനെയായിരുന്നു താങ്കൾ ഓരോ സബ്ജക്റ്റിനെയും അപ്രോച്ച് ചെയ്തത്? എനിക്ക് മാത്സ് കുറച്ചൊരു ടഫ് ആയിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങുന്നത് 8 മണി ആണ്. അപ്പൊ ആദ്യം മാത്സിന് രാവിലെ 8 മണിക്ക് മാത്സിന് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഏറ്റവും എളുപ്പം തോന്നി ഫിസിക്സ് ആയിരുന്നു. കെമിസ്ട്രീനേക്കാളും കുറച്ച് ഫിസിക്സ് ആയിരുന്നു എനിക്ക് എളുപ്പം. അതുകൊണ്ട് ഫിസിക്സിന് കമ്പാരിറ്റീവ്ലി കുറച്ച് ടൈം കൊടുത്തിട്ട് കൂടുതൽ മാത്സും കെമിസ്ട്രിയും കൊടുക്കുക. ഓക്കെ, രാവിലെ 10 മണിക്കൂർ ഒരു ദിവസം പഠിക്കും. മാക്സിമം 10 മണിക്കൂർ പോകും. ഓക്കെ, മാക്സിമം 10 മണിക്കൂർ പഠിക്കും. അതിന്റെ അകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാത്സിലും കെമിസ്ട്രിയിലും ആയിരിക്കും. ഓക്കെ, ഫിസിക്സിനോടൊപ്പം ഒരു എക്സ്ട്രാ ഒരു അഫെക്ഷൻ ഉണ്ടോ, ഒരു താല്പര്യം ഉണ്ടോ? കുറച്ചുണ്ട്. എനിക്ക് കുറച്ചൊരു എളുപ്പത്തിൽ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും മാത്സിനേക്കാളും കെമിസ്ട്രിനേക്കാളും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ആ ഒരു മോഡൽ എക്സാംസിനെ ജെഫ് എങ്ങനെയാണ് കാണുന്നത്? എല്ലാ മോഡൽ എക്സാം ഒരു പുതിയ കാര്യം പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ തെറ്റുണ്ടായ അത് എന്തുകൊണ്ട് തെറ്റി, ഫ്യൂച്ചറിൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും നമ്മുടെ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ ആണല്ലോ മോഡൽ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മോഡൽ എക്സാമിന്റെ സ്കോറുകളൊക്കെ എങ്ങനെയായിരുന്നു? ചിലപ്പോൾ ഹൈ ആയിരിക്കും, ചിലപ്പോൾ ഡൗൺ ആയിരിക്കും. എങ്ങനെയായിരുന്നു ജെഫിന്റെ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര സിമ്പിൾ എക്സാം ആണെങ്കിൽ ഒരു 200 above ഒക്കെ കിട്ടും. ഓക്കെ, പക്ഷെ എക്സാം ടഫ് ആക്കുകയാണെങ്കിൽ ഒരു 150-നേക്കാളും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ മാർക്ക് കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇറ്റ്സ് ഓബ്വിയസ് നമ്മൾ ഇച്ചിരി ഡൗൺ ആകും. അയ്യോ, എനിക്ക് ഇച്ചിരി കുറഞ്ഞു പോയാലും എന്താണ്, ഞാൻ നന്നായിട്ടൊക്കെ പഠിച്ചല്ലോ, സ്റ്റിൽ എനിക്ക് കുറഞ്ഞു പോയാലും എന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ട് ഒക്കെ വരും. ജെഫിന് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്ത് വീണ്ടും തിരിച്ചു വന്നത്? എനിക്ക് വരാറുണ്ട്, സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ ചെയ്യണത് അതിൽ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് ആദ്യം സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കും. എനിക്കൊരു റെക്ടിഫൈ, ഞാൻ കെയർലെസ് മിസ്റ്റേക്സ് വല്ലതും ഉണ്ടാക്കി അതൊക്കെ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. ചാപ്റ്ററിന്റെ തിയറി എടുത്ത് നോക്കും. ഏതെങ്കിലും അവിടെ വല്ല മിസ് ചെയ്താൽ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ ഇമീഡിയറ്റ്ലി അടുത്ത എക്സാം വരുമല്ലേ, 2 ദിവസം കഴിഞ്ഞ് തന്നെ അടുത്തൊരു എക്സാം വരും. അപ്പൊ അടുത്തതിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. മറ്റേനെ വെച്ച് കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ ഫോക്കസ് ചെയ്തു, അതിനെ മറികടക്കാനുള്ള കാര്യങ്ങളൊക്കെ. ജെഫിൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്.
കെയർലെസ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ മേലാത്തൊരു ചോദ്യം വന്ന് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു ചോദ്യത്തിന്റെ ടഫ്നെസ് കൊണ്ടായിരിക്കാം. പക്ഷേ കെയർലെസ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ എന്താ പറയുക നമ്മുടെ 1-2 മാർക്കൊക്കെ നമുക്ക് നഷ്ടമാകാനുള്ള കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഈ കെയർലെസ് മിസ്റ്റേക്സിനെ എങ്ങനെയാണ്, ഓഫ് കോഴ്സ് നമ്മൾ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും, കെയർലെസ് മിസ്റ്റേക്സ് നമുക്ക് ഒരുപാട് കിട്ടും. എങ്ങനെയാണ് ആ ഒരു കെയർലെസ് മിസ്റ്റേക്സിനെ അവോയ്ഡ് ചെയ്തത്? ലൈക്ക് ജെഫിന്റെ ഒരു എന്താ പറയുക ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സജഷൻ എന്താണ് അതിനുള്ളത്? നമ്മൾ ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ചിലപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കും, ഫുൾ വായിക്കുന്ന മുമ്പ് തന്നെ ചെയ്തങ്ങ് തുടങ്ങും. പ്രോപ്പറായിട്ട് വായിക്കത്തില്ല. ഓക്കെ, അത് കാരണം ചില പോയിന്റുകൾ മിസ് ചെയ്യും. ഓക്കെ, കെയർലെസ് മിസ്റ്റേക്ക് മിക്ക കെയർലെസ് മിസ്റ്റേക്സ് അങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കാതെ വരണം. ഓക്കെ, സമയം പോവുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടും ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് അതിനൊന്ന് മാർക്ക് ചെയ്യാവും ഓപ്ഷനിൽ. ഓക്കെ, അപ്പോൾ ഈ മോഡൽ എക്സാംസിലൂടെ ആ ഒരു കാര്യം നമ്മളത് കോമ്പൻസേറ്റ് ചെയ്തെടുത്തു അല്ലേ? ഓക്കെ, ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു? 3 hours എക്സാം ആകുമ്പോൾ ഏറ്റവും കുറവ് ടൈം കെമിസ്ട്രിക്ക് കൊടുക്കാൻ നോക്കുക. കെമിസ്ട്രി 30 to 40 മിനിറ്റ്സിൽ തന്നെ 25 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഈ വർഷം നടന്നില്ല, ഈ വർഷം ഇങ്ങനെ ടഫ് ആയിരുന്നു, ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻസ്, അപ്പൊ അത് നടന്നില്ല. എന്നാലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കെമിസ്ട്രിക്ക് 30 to 40 മിനിറ്റ്സ്, പിന്നെ ഫിസിക്സിന് കുറച്ചുകൂടെ ടൈം കൂടുതൽ എടുക്കും, 50 മിനിറ്റ്സ് വരെ. എന്നിട്ട് ബാക്കി എല്ലാ ടൈം എടുത്ത് മാത്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഡിവിഷൻ കീപ്പ് ചെയ്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ ബ്രില്ലിനോട് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഇവിടുത്തെ ഏത് ഫെസിലിറ്റിയാണ് ജെഫ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത്? ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ റെഫറൻസ് ഉണ്ട്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, പ്രൊഫസേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഈ പറഞ്ഞ മോഡൽ എക്സാംസ് ഉണ്ട്, ഈ ലേണിംഗ് ആപ്പ് ഉണ്ട്. ഏതാണ് ജെഫ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത്? ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. വർക്ക് ബുക്ക്, പിന്നെ PYQ, സെങ്കേജിന്റെ PYQ തന്ന്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ സാധാരണ കുറെ ഡൗട്ട് ചോദിക്കാൻ പോകും, അവരെല്ലാം പറഞ്ഞു തരും ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞു തരും. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു, ആരും പറ്റൂല എന്നൊന്നും പറയാറില്ല. എല്ലാവരും ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. അവര് 2 മണിക്കൂർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടും തളർന്നു കാണും എന്തായാലും, എന്നാലും പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, ഇത്രയും മികച്ചൊരു വിജയം നേടിയപ്പോൾ തീർച്ചയായിട്ടും പല വിദ്യാർത്ഥികൾക്കും ഒരു ഐഡിയ കാണും, ഓക്കെ എനിക്ക് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് അല്ലെങ്കിൽ ഇന്ന സ്ട്രീം കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ജെഫിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം ക്യാമ്പസോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കോഴ്സോ സ്ട്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രീം കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഡിസൈഡ് ആയിട്ടില്ല. അഡ്വാൻസും കൂടെ കഴിഞ്ഞിട്ട് അവിടെ ഏതൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് നോക്കി എടുക്കാൻ പ്ലാൻ. ഓക്കെ, എന്നാലും നമുക്കിപ്പോൾ ഇന്ത്യയിൽ ആകെ മൊത്തം 20-23 IITs ഉണ്ട്. ഏറ്റവും ഒരു ഫേവറേറ്റ് ക്യാമ്പസ് ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയാം? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? IIT മദ്രാസ്. ഓക്കെ, സൗത്തിലാണ്, അങ്ങനെ അടുത്തുമാണ് ഇവിടെ. ഓക്കെ, യെസ്, കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് എത്തിപ്പെടാനും പോകാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് IIT മദ്രാസ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഏത് കോഴ്സ് ആണെങ്കിലും ബ്രില്ലിലെ ഏത് പ്രോഗ്രാം ആണെങ്കിലും ലൈക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഒരു കോർഡിനേറ്റർ കാണും. ആ കോർഡിനേറ്റർ ആയിരിക്കും വീട്ടുകാരുമായിട്ട് മാക്സിമം കോണ്ടാക്ട് ചെയ്യുന്നതും നിങ്ങളുടെ വേറെ ബോർഡ്സും കാര്യങ്ങളൊക്കെ പാസ് ഓൺ ചെയ്യുന്നതൊക്കെ. ആ ഒരു ഇന്ററാക്ഷനെ പറ്റി എങ്ങനെയായിരുന്നു? ഡാനി സാറ് ആണ് നമ്മുടെ കോർഡിനേറ്റർ. സാർ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ വന്ന് എപ്പോഴും മോട്ടിവേഷൻ തരും. ഓക്കെ, ഇങ്ങനെ എക്സാമിന് മാർക്ക് കുറഞ്ഞാലും ക്ലാസ്സിൽ വരും, കുഴപ്പമില്ല, നമുക്ക് അടുത്ത് തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും മോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ക്ലാസ് ടീച്ചർ അർജുൻ സാറും വരും. പിന്നെ കോണ്ടാക്റ്റിലുണ്ട്. വെക്കേഷന്റെ സമയമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, പഠിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കാൻ, എങ്ങനെ പഠിക്കുന്നതൊക്കെ. ഇച്ചിരി ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ഇപ്പോൾ പഠിക്കുന്ന നമ്മൾ ഒരു പോയിന്റ് നമുക്ക് ഇച്ചിരി സ്ട്രെസ് ആകും. സ്ട്രെസ് റിലീഫ്സ് ആയിട്ട് ജെഫ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ഞാൻ യൂഷ്വലി യൂട്യൂബിൽ പാട്ട് കേൾക്കുകയാണ് ചെയ്യണത്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ സ്കൂളിൽ തന്നെ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളിലൂടെ നമ്മുടെ സ്ട്രെസ് ഒക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് വൺ മോർ തിങ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ഇസ്, നമ്മുടെ ഡയറക്ടേഴ്സ് അവർ സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് നേരിട്ട് വന്ന് അവരോട് സംസാരിക്കാറുണ്ട്. ഇച്ചിരി ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ മോട്ടിവേഷൻ ചെയ്യാറുണ്ട്. ഡയറക്ടേഴ്സുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ജെഫിന്റെ? നമ്മുടെ സെന്ററിന്റെ ഡയറക്ടർ ഇൻചാർജ് സെബാസ്റ്റ്യൻ സാറായിരുന്നു. സാറ് വന്ന് നമ്മളെല്ലാവരും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാ ക്ലാസ്സിലും കയറും, എല്ലായിടത്തും പോയി സംസാരിക്കും, സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ജെഫിന് എന്താ തോന്നാറ്? സാർ ഭയങ്കര മോട്ടിവേഷൻ, എനിക്ക് മോട്ടിവേഷൻ കൂടുതൽ. ഡൗൺ ആണെങ്കിൽ കൂടുതൽ
എഫേർട്ട് ഇടാൻ തോന്നും, ഓക്കെ. കൂടുതൽ പഠിക്കാൻ തോന്നും. തീർച്ചയായിട്ടും സാറിന്റെ വാക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു പുഷ് ഫോർവേഡ് ബട്ടൺ ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ജെഫ് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു വിജയമൊക്കെ നേടി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കാണിച്ചത് ഒരു വളരെ എന്താ പറയുക ഒരു ഹാർട്ട് ഫെൽ താങ്ക് യു. ആൻഡ് ഓൾസോ ഇപ്പോൾ ജെയ് സെഷൻ 1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി സെഷൻ 2 കിടക്കുന്നു, അതുപോലെ അതിനുശേഷം ജെയ് അഡ്വാൻസ്ഡ് കിടക്കുന്നു. അപ്പോൾ ഈ എക്സാമുകളിലൊക്കെ ഏറ്റവും മികച്ച വിജയം വീണ്ടും ജെഫിനെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ജെഫ് ആഗ്രഹിച്ച IIT-കളിലൊക്കെ തന്നെ ഏറ്റവും നല്ല കോഴ്സ് തന്നെ ജെഫിനെ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.